ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ജംഷി ലോങ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ മുമ്പേ ആലോചിക്കാറുണ്ട് ഈ ഷോർട്സ് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലോങ് വീഡിയോ ഇടാം, ഷോർട്സ് മാത്രം ഇട്ടിട്ട് വെറുപ്പിക്കേണ്ട. അപ്പോൾ ഇന്നിതാ ഞാൻ ലോങ് വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. വേറെ ഒന്നുമില്ല, രാത്രി 12:30 ഞങ്ങൾ സ്കൂട്ടി പഠിക്കാനായിട്ട് ഇറങ്ങും. ഞാൻ പഠിച്ചതാണ്, പക്ഷെ ഒന്ന് കൈ തെളിയാൻ വേണ്ടി ഇവരുടെ കൂടെ ഇറങ്ങിയതാണ്. നിങ്ങൾ വീഡിയോ കണ്ട ആദ്യത്തെ അവളില്ലേ, അവൾക്ക് സ്കൂട്ടി പഠിക്കണം. അപ്പോൾ അനിയനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എൻ്റെ സ്കൂട്ടിയിൽ എൻ്റെ അനിയത്തിയും അവർ രണ്ടുപേരും ആ സ്കൂട്ടിയിലും വേറൊരു സ്കൂട്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് കീ വാങ്ങണം. വീട്ടിലെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, 12:30 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കായി, മാമ, ആൻറ്റി, ഉമ്മച്ച എല്ലാവരും. അപ്പോൾ ഇതെൻ്റെ മാമാടെ വീടാണ്, മാമാടെ മോളാണ്, ഇത് മൂത്ത മോളാണ്. ഞങ്ങൾ ഇവളെ നിച്ചു എന്ന് വിളിക്കും, ശരിക്കുള്ള പേര് നിഹാല എന്നാണ്. അപ്പോൾ ഞങ്ങൾ മെല്ലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കാരണം സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോക്ക് നടക്കില്ല. നേരത്തെ തന്നെ ഞങ്ങൾ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു 12:30 ഇറങ്ങുന്നത്. വലിയ സീനൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഉറങ്ങുന്ന അവരെ ശല്യം ചെയ്യാൻ പാടില്ല, ജോലിക്കൊക്കെ പോകുന്നതല്ലേ. അതേനെ. അങ്ങനെ പതുക്കെ ഡോറൊക്കെ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇത് മാമാടെ വീടാണ്. ഞങ്ങളുടെ വീട് ഈ ഒരേ സെയിം കോമ്പൗണ്ടിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. ഇങ്ങനെ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്നത് വീടാണ്. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ വോയിസ് ഇടുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ട്, റോഡ് സൈഡാണ് വീട്, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നല്ല ഇരുട്ടായിട്ട് കിടക്കുക, റോഡൊക്കെ ആകെ സൈലൻ്റായിട്ട് കിടക്കുവാണ് ഇവിടെ. അപ്പോൾ അനിയനെ ചെന്ന് വിളിക്കണം, അതുപോലെ അനിയത്തിയും ചെന്ന് വിളിക്കണം. ഇനി നിങ്ങൾക്ക് എൻ്റെ അനിയത്തിയുടെ ഒരു കുഞ്ഞ് ഇൻട്രോ ഞാൻ കാണിച്ചു തരാം. അവസാനം പോണതിന് മുമ്പ് നമുക്ക് ഇതിടാം. നിച്ചു ജസ്റ്റ് ഒരു ഇൻട്രോ അല്ല, ലൈക്ക് എന്തെങ്കിലും ഒന്ന് പറ. ഹായ് ഗായ്സ്, നിച്ചു. നമ്മൾ നൈറ്റ് ഡ്രൈവിന് പോവാണ്, എനിക്ക് വണ്ടി പഠിക്കാൻ. ജംഷിയുണ്ട്. ഇൻട്രോ ഒക്കെ കണ്ടില്ലേ? ഇനി അനിയനെ വിളിച്ചു, ഇനി അനിയത്തിയാണ്. ഈ സാധനം ഇതുവരെ റെഡി ആയിട്ടില്ല. എന്തോ സാധനം ക്രോഷറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗീവ് അവേയുടെ ഒരു കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു സംഭവം അവൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടില്ലേ, ലോഡ്സ് ഓഫ് സ്കൂട്ടീസ് ആൻഡ് കാർ. ഇതൊന്നും എടുക്കാനുള്ള അനുവാദം ഞങ്ങൾക്കില്ല. കൈയും കാലും പിടിച്ചിട്ടാണ് കേട്ടോ ഒരു സ്കൂട്ടിയെങ്കിലും കിട്ടിയത് എനിക്ക്. ഗേറ്റ് തുറക്കാം. ഗേറ്റ് തുറക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ വെച്ച് പതുക്കെ തുറക്കാമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. ഞാൻ ആദ്യം വിചാരിച്ച് വീട്ടിലുള്ള എല്ലാവരും എണീക്കുന്നു, കാരണം ഗേറ്റിൻ്റെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പൊതുവെ എല്ലാവരും എണീക്കും. അതാണ് എൻ്റെ അനിയത്തി അടിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ കാണിച്ചത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ, 2 അനിയത്തി, അനിയൻ, 2 അനിയത്തി, എൻ്റെ അനിയത്തിമാരൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് നേരെ പോവാൻ പ്ലാൻ ശംഖുമുഖത്താണ്. അപ്പോൾ ശംഖുമുഖത്ത് പോകുന്നത് ശരിക്കുള്ള വഴി കൂടെയല്ല, വളഞ്ഞ വഴി കൂടെയാണ്. കാരണം ആ ഒരു റോഡ് എനിക്ക് ഭയങ്കര പേടിയാണ്. ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്കൂട്ടിയും കൊണ്ട് ഇറങ്ങിയത്. മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാല് വിറയ്ക്കും, എനിക്ക് ഭയങ്കര പേടിയാണ്. ആ മുന്നിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഒരു 2-3 വണ്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല പേടിച്ചു. ഞങ്ങൾ വല്യത്തുറ വഴിയാണ് ശംഖുമുഖത്ത് പോകുന്നത്. അപ്പോൾ വല്യത്തുറ എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത് ശംഖുമുഖം. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഈ ആൾക്കാർ ഇത്ര കാണുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും തൊട്ടടുത്ത് കിടന്നിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ലേറ്റ് നൈറ്റ് ശംഖുമുഖത്ത് ഇത്രയും ആൾക്കാർ കൂടുന്നു. മുമ്പ് അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ഒരു 12 മണി കഴിയുമ്പോൾ തന്നെ ഫുൾ കാലിയാണ്. പക്ഷെ നല്ല ആൾക്കാർ ഈ ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ ശംഖുമുഖത്ത് പോയി അവിടെ നിന്ന് ഞങ്ങൾ നേരെ വേളയിൽ പോകാനാണ് പ്ലാന്. അങ്ങനെ എന്ത് പറയാൻ, ഞാൻ ഇവിടെ വെച്ച് വണ്ടി സ്റ്റോപ്പാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാ സ്റ്റോപ്പാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് അനിയനോട് ചോദിക്കുക, എടാ നിൽക്ക് എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് ആവുമ്പോൾ അത് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രൈവിങ്ങിൽ ഞാൻ ഇൻഡിക്കേറ്റർ എങ്ങനെ നല്ലതുപോലെ ഇടാന്നുള്ളത് മനസ്സിലാക്കി. കാരണം എനിക്ക് മലയാളത്തിൽ വലതിടതെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, അതേസമയം ഇംഗ്ലീഷിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ജീവിയാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കടയിൽ കയറി. ഞങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു അങ്കിളിൻ്റെ കടയിൽ നിന്നാണ്. അവിടെ നിന്ന് നാരങ്ങ വെള്ളവും
ഒരു കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഒട്ടും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു തൊട്ടടുത്തൊരു കട ഉണ്ടല്ലോ, അങ്ങനെ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ചു, കേക്കൊക്കെ കഴിച്ചു. എന്നെപ്പറ്റി എന്തൊക്കെയോ അപവാദങ്ങൾ പറയുന്നതാണ് ഈ പിള്ളേർ. ഒറ്റ റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവിങ് ഇവിടെ പഠിപ്പിക്കൽ. ഇനി ഞങ്ങൾക്ക് വീട്ടിലാണ് പോവേണ്ടത്, ഇനി വേറെ ഒരിടത്തും പോകണ്ട. കറക്റ്റ് 1 മണിയായി. ഇനി 1 മണിയല്ല 1:30 എന്തോ ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ.